എല്ലാ കൂട്ടുകാർക്കും ഇൻഡോ ലേണിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ബിഹേവിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലെ ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്ന ലെസൻ്റെ ആക്ടിവിറ്റീസ് ചെയ്തു നോക്കാം. ഇവിടെ ആരാണുള്ളത്? യെസ്, ഹണിബി, അതായത് തേനീച്ച. കൂട്ടുകാരിവിടെ നോക്കൂ, ഇവിടെ ഫോട്ടോ, കൂട്ടുകാരുടെ ഫോട്ടോ പതിപ്പിക്കണം. അടുത്ത ഭാഗം നോക്കൂ, ഐ ആം, ഞാൻ ആണ്. കൂട്ടുകാരുടെ പേര് ഇവിടെ എഴുതണം. മിലൻ എന്നാണെങ്കിൽ ഐ ആം മിലൻ എന്നെഴുതണം. ദിസ് ഈസ്, ഇതാണ്. മൈ ബിഹൈവ്, ഇത് എൻ്റെ ബിഹൈവ് ആണ്. ബിഹൈവ് എന്നാൽ എന്തായിരുന്നു? നമ്മുടെ വർക്ക് ബുക്കാണ്. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് യൂണിറ്റ് 1 ആണല്ലോ. യൂണിറ്റ് 1 നമ്മുടെ ലെസന്റെ പേരെന്താണ്? ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. ഹോങ് ഹോങ് ടൂട്ട് ടു എന്ന ലെസന്റെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോകാം. ആക്ടിവിറ്റി 1, നമുക്ക് ഈ ചിത്രം കളർ ചെയ്യാം. നോക്കൂ, വാട്ട് ഈസ് ദിസ് പിക്ചർ? ഈ ചിത്രം എന്താണ്? യെസ്, ബസ് ആണ്. ഇറ്റ് ഈസ് എ ബസ്. ഇതൊരു ബസ്സാണ്. അപ്പൊ കൂട്ടുകാർ ഈ ചിത്രത്തിന് മനോഹരമായി കളർ കൊടുക്കണം. ഏത് കളറാണ് കൂട്ടുകാർ കൊടുക്കുക? നമ്മുടെ പാഠഭാഗത്തിലുള്ള ബസിന്റെ കളർ എന്തായിരുന്നു? ബ്ലൂ. അപ്പോൾ കൂട്ടുകാർ ബ്ലൂ കളർ കൊടുക്കണം. നോക്കൂ, കളർ കൊടുത്തതിനു ശേഷം താഴെ തന്നിട്ടുള്ള സെന്റൻസ് പൂരിപ്പിക്കണം. നോക്കൂ, ദിസ് ഈസ് എ, ഇതെന്താണ് കൂട്ടുകാരെ? ബസ്. ദിസ് ഈസ് എ ബസ്. അപ്പൊ കൂട്ടുകാരിവിടെ ബസ് എന്നെഴുതണം. അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ആക്ടിവിറ്റി 2, നോക്കൂ, വാട്ട് ഈസ് ഹൈഡിങ് ഹിയർ? ഇവിടെ എന്താണ് ഒളിഞ്ഞു കിടക്കുന്നത്? അത് കണ്ടെത്താൻ കൂട്ടുകാർ കളർ ദി ഷേപ്സ് വിത്ത് ഡോട്ട്സ് ഇൻ ദം. ഇവിടെ ഡോട്ട്സുകളുള്ള, കുത്തുകളുള്ള കളങ്ങൾ മാത്രം കളർ കൊടുക്കുക. നോക്കൂ, കളർ കൊടുത്ത ഒരു രൂപമാണ് കൂട്ടുകാർ ഇവിടെ കാണുന്നത്. ഇതെന്താണ്? കാർ. യെസ്, ഇവിടെ നമുക്ക് എന്തെഴുതാം? ദിസ് ഈസ് എ കാർ. ആക്ടിവിറ്റി 3, ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദി വെഹിക്കിൾസ്. ഈ ചിത്രത്തിലുള്ള വാഹനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. കളർ ദം ടു. ഈ ചിത്രത്തിന് കളർ കൊടുക്കുകയും ചെയ്യുക. നമ്മൾ കണ്ടുപിടിച്ച ചിത്രങ്ങൾക്ക് കളർ കൊടുക്കുകയും ചെയ്യുക. നോക്കൂ, ചിത്രത്തിൽ നമുക്ക് ഏതെല്ലാം വാഹനങ്ങളാണ് കാണാൻ കഴിയുന്നത്? ഏറ്റവും മുകളിലായി നമുക്ക് സ്കൂട്ടർ കാണാം, ജീപ്പ്, ബൈസിക്കിൾ, വേൻ, ഓട്ടോറിക്ഷ, ബസ്, മോട്ടോർ ബൈക്ക്. ഇനി ഇവിടെ നോക്കൂ, പുട്ട്, ഇടുക. എ ടിക്ക് മാർക്ക്. എന്താണ് ടിക്ക് മാർക്ക്? ഈ മാർക്കാണ് ടിക്ക് മാർക്ക്. ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദി വെഹിക്കിൾസ്. വാഹനങ്ങൾക്ക് നേരെ ടിക്ക് മാർക്ക് ഇടുക. യു ഹാവ് ഐഡന്റിഫൈഡ് ഇൻ ദ പിക്ചർ. നിങ്ങൾ ചിത്രത്തിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള വാഹനങ്ങളുടെ നേരെ നമ്മൾ ടിക്ക് മാർക്ക് ഇടണം. ബസ് ഉണ്ടായിരുന്നോ കൂട്ടുകാരെ? യെസ്, ബസ്സിന് ടിക്ക്. ബൈസിക്കിൾ ഉണ്ടായിരുന്നോ? യെസ്, ടിക്ക്. സ്കൂട്ടർ ഉണ്ടായിരുന്നോ കൂട്ടുകാരെ? യെസ്, സ്കൂട്ടർ. ട്രെയിൻ ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ട ആവശ്യമില്ല. പിന്നീട് നോക്കൂ, എയറോപ്ലെയിൻ ഉണ്ടോ? ഇല്ല. ജീപ്പ് ഉണ്ടോ? യെസ്, ജീപ്പ് ഉണ്ട്. മോട്ടോർ ബൈക്ക് ഉണ്ട്. ഓട്ടോറിക്ഷ ഉണ്ട്. കാർ ഇല്ല, ലോറി ഇല്ല, ബോട്ടില്ല, വേനുണ്ട്. ടോട്ടൽ എത്ര വാഹനങ്ങളാണുള്ളത്? 7. നമുക്കിവിടെ 7 ലഭിച്ചല്ലോ. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ആക്ടിവിറ്റി 4,
വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് വെഹിക്കിൾ? ഏതാണ് കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം? ഡ്രോ വരയ്ക്കുകയും ആൻഡ് കളർ ഇറ്റ് അത് കളർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഇവിടെ വരച്ച് അതെന്ത് ചെയ്യണം? കളർ കൊടുക്കണം. ഓക്കെ. അതിനുശേഷം 2 ലൈനുകൾ പൂരിപ്പിക്കണം. എന്താണ്? ഇവിടെ കാറാണ് വരച്ചതെങ്കിൽ കൂട്ടുകാർ ഇവിടെ എന്തെഴുതണം? ദിസ് ഈസ് എ കാർ. ഇവിടെ ജീപ്പാണ് വരച്ചതെങ്കിൽ കൂട്ടുകാർ ദിസ് ഈസ് എ ജീപ്പ് എന്ന് ഇവിടെ എഴുതണം. പിന്നീട് അതിനെന്താണോ കൂട്ടുകാർ കൊടുത്ത കളർ ആ കളർ ഇവിടെ എഴുതണം. ദ കാർ ഈസ് റെഡ്. ഇനി ബ്ലൂ ആണെങ്കിൽ ദ കാർ ഈസ് ബ്ലൂ. കൂട്ടുകാർ ചെയ്യുമല്ലോ. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ആക്ടിവിറ്റി 5 നോക്കൂ. ലെറ്റസ് മാച്ച് സ്യൂട്ടബിളി. അനുയോജ്യമായത് ബന്ധിപ്പിക്കുക. എങ്ങനെയാണ് ബന്ധിപ്പിക്കേണ്ടത്? ഡ്രോ വരയ്ക്കുക. എ ലൈൻ ഒരു ലൈന് വരയ്ക്കുക. ആൻഡ് കണക്ട് എന്നിട്ട് ബന്ധിപ്പിക്കുക. ദ വെഹിക്കിൾ ആൻഡ് ഇറ്റ്സ് നെയിം വാഹനത്തെയും അതിൻ്റെ പേരിനെയും ഒരു ലൈന് വരച്ച് ഒരു വര വരച്ച് നമ്മൾ ബന്ധിപ്പിക്കണം. നോക്കൂ, ഒന്ന് നമുക്ക് ഇവിടെ ആദ്യം ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്? സ്കൂട്ടറാണ്. എന്താണ് കളർ? റെഡ് സ്കൂട്ടർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫസ്റ്റിൽ വരച്ച് യോജിപ്പിച്ചു. പിന്നീട് ഇവിടെ എന്താണ് കാണുന്നത്? യെസ്, ജീപ്പാണ്. ഏതാണ് ജീപ്പ്? ഗ്രീൻ. അപ്പോൾ നമ്മൾ ഈ വാഹനത്തെ അതിൻ്റെ പേരുമായി യോജിപ്പിക്കണം. യോജിപ്പിച്ചു, ഗ്രീൻ ജീപ്പ്. പിന്നീട് ഇവിടെ എന്താണ്? ബൈസിക്കിളാണ്. ഏതാ ബൈസിക്കിളിന്റെ നിറം എന്താണ്? ബ്ലാക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ യോജിപ്പിച്ചു, ബ്ലാക്ക് ബൈസിക്കിൾ. പിന്നീട് നമ്മൾ അവസാനമായി കാണുന്നത് എന്താണ്? ഒരു മോട്ടോർ ബൈക്കാണ്. മോട്ടോർ ബൈക്കിന്റെ നിറം എന്താണ്? ബ്ലൂ. അപ്പോൾ ഇവിടെ ഇതാ ബ്ലൂ മോട്ടോർ ബൈക്ക്. കൂട്ടുകാർ യോജിപ്പിക്കുമല്ലോ. അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ആക്ടിവിറ്റി 6 ലെറ്റ് us complete the picture using stickers. സ്റ്റിക്കേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ പിക്ചർ പൂർത്തീകരിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പിറകിൽ കൊടുത്തിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉപയോഗിച്ച് ഇത് കൂട്ടുകാർ പൂർത്തീകരിക്കുമല്ലോ. ഭംഗിയായി പൂർത്തീകരിക്കണം. ആക്ടിവിറ്റി 7 നോക്കൂ. വാട്ട് ആർ ദേ ടോക്കിംഗ്? എന്താണ് അവർ പറയുന്നത്? കംപ്ലീറ്റ് പൂർത്തീകരിക്കുക. ദർ കോൺവെർസേഷൻ. കാറ് നമ്മളോട് എന്താണ് പറയുന്നത്? ഐ ഹാവ് എനിക്കുണ്ട് വീൽസ് ചക്രങ്ങൾ. അതിന് ചക്രങ്ങളുണ്ട്. അപ്പോൾ ഇതാരാണ്? എയറോപ്ലെയിൻ. എയറോപ്ലെയിൻ നമ്മളോട് എന്താ പറയുന്നത്? ഐ ടു ഹാവ് വീൽസ്. എനിക്കും ചക്രങ്ങൾ ഉണ്ട്. ഇനി അടുത്തതായ എയറോപ്ലെയിൻ പറയുന്നത് എന്താണെന്ന് നോക്കൂ. ഐ ഹാവ് എനിക്കുണ്ട് വിങ്സ് ചിറകുകൾ. എനിക്ക് ചിറകുകളുണ്ട്. അപ്പോൾ കാർ എന്താ പറയുന്നത്? കാറിന് ചിറകുണ്ടോ? ഇല്ല. അപ്പോൾ കാർ പറയാണ് ഐ ഹാവ് നോ വിങ്സ്. എനിക്ക് ചിറകുകൾ ഇല്ല. പിന്നീട് കാർ എന്താ പറയുന്നത്? ഐ ഹാവ് എനിക്കുണ്ട് എ ഹോൺ. എനിക്ക് ഹോണുണ്ട്. അല്ലേ, ഇവിടെ കാണാമല്ലോ, ഹോണുണ്ട്. എയറോപ്ലെയിൻ എന്താണ് പറയുന്നത് നോക്കൂ. ഐ ഹാവ് നോ ഹോൺ. എനിക്ക് ഹോണില്ല. അപ്പൊ ഇവിടെ നിന്ന് കൂട്ടുകാരെന്ത് പഠിച്ചു? ഹാവ് എന്നാൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഹാവ് നോ എന്നാൽ ഇല്ല എന്നാണ് അർത്ഥം. കൂട്ടുകാർ ഓർമ്മിച്ചു വെക്കുമല്ലോ. നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ആക്ടിവിറ്റി 8 ലെറ്റ് us complete the sentences. നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ള ഇവിടെ തന്നിട്ടുള്ള സെന്റൻസുകൾ പൂർത്തീകരിക്കാം. നോക്കൂ. ദിസ് ഈസ് എ ഡാഷ് ബസ്. ഇത് ഒരു ഡാഷ് ബസ്സാണ്. അപ്പോൾ ഇവിടെ ബസ്സിന്റെ കളറാണ് എഴുതേണ്ടത്. എന്താണ് കളർ? ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബ്ലൂ എന്ന് എഴുതി. ഇനി അടുത്തത് നോക്കൂ. ദ ബസ് ഹാസ് സീറ്റ്സ്. ബസ്സിന് സീറ്റ്സുകൾ ഉണ്ട്. അല്ലേ, സീറ്റ്സ് ഉണ്ട്. ബസ്സിന് സീറ്റ്സുകൾ ഉണ്ട്. നോക്കൂ അടുത്തത്. ദ ബസ് ഹാസ്. ബസ്സിനുണ്ട് എന്തുണ്ട്? ഹോണുണ്ട്. കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ, ഹോണുണ്ട്. ദ ബസ് ഹാസ് വീൽസ്. ബസ്സിന് ചക്രങ്ങളുണ്ട്. ചക്രങ്ങളുണ്ട്.
ദ ബസ് ഹാസ് ലൈറ്റ്സ്. ബസ്സിന് എന്തുണ്ട്? ലൈറ്റ്സ് ഉണ്ട്. കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ, ലൈറ്റ്സ് ഉണ്ട്. കാറിന്റെ ഭാഗത്തേക്ക് നോക്കൂ. ദിസ് ഈസ് എ ഡാഷ്. ഇതെന്താണ്? കാറാണ്. കാർ. ദ കാർ ഹാസ് സീറ്റ്സ്. കാറിന് എന്തുണ്ട്? സീറ്റ്സ് ഉണ്ട്. ദ കാർ ഹാസ്. കാറിന് എന്തുണ്ട്? ഹോൺ ഉണ്ട്. ഉണ്ടല്ലോ. ദ കാർ ഹാസ് വീൽസ്. ചക്രങ്ങളുണ്ട്. ദ കാർ ഹാസ് ലൈറ്റ്സ്. കാറിന് എന്തുണ്ട്? ലൈറ്റ്സുകളുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഹാസിന് ഉണ്ട് എന്നൊരർത്ഥം പഠിച്ചു. ഹാവിനുണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. ഹാസിനും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നോക്കൂ. ആക്ടിവിറ്റി 9 നോക്കൂ. വാട്ട് ഡു ദേ സേ? അവരെന്താണ് പറയുന്നത്? ഇത് നോക്കൂ കൂട്ടുകാരെ, ഇത് നമ്മുടെ പാഠഭാഗത്തിലുള്ളതാണ്. ഇവിടെ നോക്കൂ, ബസ് എന്താണ് പറയുന്നത്? ഇവിടെ എന്താണ് പറഞ്ഞത്? ഹേ കാർ ഗിവ് വേ. അത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഹേ കാർ ഗിവ് വേ. അതിന് മറുപടിയായി നമ്മുടെ കൊച്ചു കാർ എന്താ പറഞ്ഞത്? ടൂട്ട് ടൂട്ട് യു മൂവ്. നീ നീങ്ങൂ എന്ന് പറഞ്ഞു അല്ലേ? അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. കാർ എന്താ പറഞ്ഞത്? നീ നീങ്ങൂ. അപ്പോൾ ഇതെല്ലാം കണ്ടിരിക്കുന്ന പോലീസ് ഓഫീസർ, നമ്മുടെ ബിയർ പോലീസ് ഓഫീസർ എന്താണ് പറഞ്ഞത്? സ്റ്റോപ്പ്, നിർത്തൂ. ബിയർ പോലീസ് ഓഫീസർ പറഞ്ഞതാണ് സ്റ്റോപ്പ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. കൂട്ടുകാർ കണ്ടില്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ആക്ടിവിറ്റി 10. Let us complete the sentences. ഈ സെന്റൻസുകൾ നമുക്ക് പൂർത്തീകരിക്കാം. ആദ്യത്തെ ഒരു സെന്റൻസ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്താണ്? ദിസ് ജീപ്പ് ഹാസ് നോ വീൽസ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാസ് ഉണ്ട്, ഹാസ് നോ ഇല്ല. ദിസ് ജീപ്പ് ഹാസ് നോ വീൽസ്. ഈ ജീപ്പിൽ ചക്രങ്ങളില്ല. ഉണ്ടോ കൂട്ടുകാരെ? ഇല്ല. നോക്കൂ, ഇവിടെ ചക്രങ്ങളില്ല. ദിസ് ലോറി, ഈ ലോറി, ദിസ് ലോറി ഹാസ് നോ. ഈ ലോറിക്കില്ല. എന്താണ് ഇല്ലാത്തത്? ഇവിടെ ലൈറ്റ് ഉണ്ടോ നോക്കൂ കൂട്ടുകാരെ? ഇല്ല. അപ്പോൾ നമ്മൾ ദിസ് ലോറി ഹാസ് നോ ലൈറ്റ്സ്. ഈ ബൈസിക്കിളിന് എന്താണ് ഇവിടെ ഇല്ലാത്തത്? സീറ്റ് ഇല്ല. അപ്പോൾ ദിസ് ബൈസിക്കിൾ ഹാസ് നോ സീറ്റ്. ബൈസിക്കിളിന് സീറ്റ് ഇല്ല. ദിസ് വേൻ ഹാസ് നോ ഡോർസ്. ഇതിന് വാതിലുകളില്ല. കൂട്ടുകാർ പൂരിപ്പിക്കുമല്ലോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ആക്ടിവിറ്റി 11. എന്താണ് ഇവിടെ? വാട്ട് വിൽ ദ ഡോഗ് സേ? നമ്മുടെ ഡോഗ് എന്താണ് പറയുക? ഇവിടെ നോക്കൂ, ഇത് കേറ്റാണല്ലോ. കേറ്റ് ഇവിടെ യജമാനനാണ്. ഡോഗ് ഇവിടെ സർവന്റ്, വേലക്കാരനുമാണ്. നോക്കൂ, എ കപ്പ് ഓഫ് ടീ പ്ലീസ്. ദയവായി ഒരു കപ്പ് ചായ കൊണ്ടുവരൂ എന്ന് കാറ്റ് ആരോട് പറഞ്ഞു? ഡോഗിനോട് പറഞ്ഞു. ഡോഗ് ചായ കൊണ്ടുവരുമ്പോൾ അത് നിലത്ത് വീണ് പൊട്ടി. നോക്കൂ, ക്രാഷ്, പൊട്ടി. അപ്പോൾ നമ്മുടെ കാറ്റ് എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അത് നിന്റെ തെറ്റാണ്. നമ്മുടെ ഹോങ്കോങ് ടൂവിൽ അങ്ങനെ ബസ്സും കാറും പരസ്പരം പറയുന്നില്ലേ? നോക്കൂ, അപ്പോൾ അതിന് എന്താണ് ഡോഗ് പറഞ്ഞത്? ഐ ആം സോറി സർ, ഐ ആം സോറി. അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ആക്ടിവിറ്റി 12 ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. നോക്കൂ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടതാണ് ഏഡ് കൂട്ടിച്ചേർക്കുക. എ ലൈൻ, ഒരു ലൈൻ ടു ദി സോങ്. ഈ പാട്ടിനോട് നമ്മൾ ഒരു ലൈന് കൂട്ടിച്ചേർക്കുക. എന്താണ്? നമ്മൾ പഠിച്ച പാട്ടാണ്. ഗ്രീൻ ട്രീസ് യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ബ്ലൂ ബേർഡ്സ് യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ഇവിടെ നോക്കൂ, ഗ്രീൻ ട്രീസ് ആണ് പറഞ്ഞത്. ദാ ഗ്രീൻ ട്രീസ് ഇവിടെ എല്ലാം ഉണ്ട്. ഗ്രീൻ ട്രീസ് ആണ് പറഞ്ഞത്. തൊട്ട് താഴെ എന്താ പറയുന്നത്? ബ്ലൂ ബേർഡ്സ് ആണ്. ഇനി നമുക്ക് ഇവിടെ അതേപോലെ ഒരു ലൈൻ കൊടുക്കണം.
അപ്പൊ നമ്മൾ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. ഇവിടെ നമുക്ക് സ്യൂട്ടബിൾ ആയത് ആരുണ്ട്? ഇവിടെ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗ്രീൻ ട്രീസിന് പകരമായി നമുക്ക് എന്ത് കൊടുക്കാം? ഈ ഫ്ലവറിന്റെ കളർ എന്താണ്? റെഡ്. അപ്പോൾ നമുക്ക് റെഡ് ഫ്ലവേഴ്സ് എന്ന് കൊടുക്കാൻ പറ്റില്ലേ? റെഡ് ഫ്ലവേഴ്സ് യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. നമ്മുടെ യൂണിറ്റ് 1-ൽ 12 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കൂട്ടുകാർക്ക് എല്ലാം മനസ്സിലായി കാണുമല്ലോ. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.